ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജ് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. പാർട്ട് 1 നമ്മൾ ടർക്കി, UAE, പിന്നെ പാകിസ്ഥാൻ അങ്ങനെ കുറേ കൺട്രീസ് കവർ ചെയ്തിരുന്നു. പാർട്ട് 2 മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഇന്ത്യ, പിന്നെ ആഫ്രിക്ക, പിന്നെ മെയിൻലി നമ്മുടെ റൈഡ്സ്, ഗെയിംസ് ഒക്കെയാണ്. അപ്പോൾ കുറച്ച് റൈഡ്സും ഗെയിംസൊക്കെ നല്ല കണ്ടിരിക്കാനും നല്ല രസമാണ്. പിന്നെ കയറാൻ ധൈര്യമുള്ളവർക്കൊക്കെ കയറാനും പറ്റും, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നടന്ന് റോഡ് ഓഫ് ഏഷ്യയൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഗെയിംസിലോട്ട് പതുക്കെ പോവാം കേട്ടോ. ഗ്ലോബൽ വില്ലേജിൽ ചില റൈഡ്സ് നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഇത്രയും ഹൈറ്റൊക്കെ പേടിയുള്ളവർക്കൊന്നും ഇതിലൊന്നും കയറാൻ പോലും പറ്റില്ല. പിന്നെ മിക്ക റൈഡ്സ് തന്നെ നമുക്ക് അഡ്രിനാലിൻ റഷ് വരുത്തുന്ന ടൈപ്പ് ഉള്ളതാണ്. നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്ന ടൈപ്പുള്ള ഒരു റൈഡിൽ നേഹ കയറിയായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള പോലെ ഓരോ ഗെയിംസൊക്കെ കളിച്ച് നമുക്ക് ഓരോ ഡോൾസ് കിട്ടുന്ന ടൈപ്പൊക്കെ ഉണ്ട്. ഇതങ്ങനെ ഒരു ഗെയിമാണ്. നമ്മൾ ബോൾസ് ഇടണം. അപ്പോൾ ആ ബോൾസ് അവിടെ അതിനകത്ത് ചെന്ന് വീഴുവാണെങ്കിൽ നമുക്ക് അവിടെയുള്ള പാവ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വില്ലേജ് ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ വിൻ്റർ ടൈമിലെല്ലാം ഇവിടെ ഉള്ളവരുടെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഒരു തവണയെങ്കിലും ഗ്ലോബൽ വില്ലേജ് പോവുക എന്നുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഫാമിലിയുടെ കൂടെ പോകും, ഒരു പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, അങ്ങനെ മിനിമം 2-3 പ്രാവശ്യമെങ്കിലും എല്ലാവരും ഗ്ലോബൽ വില്ലേജിൽ പോകും. ഫുഡ്, ഫൺ, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു വീക്കെൻഡ് നമ്മൾ പോയാൽ 4-5 മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഓരോ രാജ്യങ്ങളും കണ്ടു നടക്കാം. എറൗണ്ട് ദ വേൾഡ് ഒരു ട്രിപ്പ് നടത്തിയ ഫീലും കിട്ടും. നമുക്ക് കുറേ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളവരുടെ എല്ലാം ഫേവറിറ്റാണ്. ഇവിടെ ഉള്ളവരെന്നല്ല, ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നും ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടെ. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി ഈ വർഷം വീണ്ടും ഇത് ഒക്ടോബറിൽ ഓപ്പൺ ആവും. അതുവരെ നമുക്ക് ഗ്ലോബൽ വില്ലേജ് കാണാൻ കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.